അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം നാലുവിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം നാലുവിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. പാവനമാം പട്ടണത്തിൽ ആര് കടന്നിടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. പാവനമാം പട്ടണത്തിൽ ആര് കടന്നിടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. നീതിയായി നടന്നു നേർ പറഞ്ഞു മന്നിൽ, പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ, മണവാട്ടി മാത്രമേ. നീതിയായി നടന്നു നേർ പറഞ്ഞു മന്നിൽ, പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ, മണവാട്ടി മാത്രമേ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കളും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിപ്പാൻ ഗുണം ഉദ്ദേശിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 31-ാം വാക്യത്തെ ആസ്പദമാക്കി ചില വിഷയങ്ങളാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതായത് ജീവിപ്പാൻ 3 മിനിറ്റ് മാത്രം എന്നുള്ളൊരു ചിന്തയാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബിഷപ്പ് ജെ ട്രെയ്ലർ സ്മിത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിലെ ചാപ്ലെയിൻ ആയിരുന്നു. സാധാരണ ചാപ്ലെയിൻ ആയിരുന്നില്ല, അദ്ദേഹം ചാപ്ലെയിൻ ജനറലായിരുന്നു. തൻ്റെ ഔദ്യോഗിക കാലത്ത് ചാപ്ലെയിൻ സ്ഥാനത്തേക്ക് ധാരാളം പേരെ ഇൻ്റർവ്യൂ നടത്തി. തൻ്റെ ഏറ്റവും ഗൗരവമേറിയ ചോദ്യത്തിന് നല്ല ഉത്തരം പറയാത്തവരെ താൻ നിയമിക്കുകയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു: ഞാൻ മരിക്കുന്ന ഒരു പടയാളിയാണ് എന്ന് ചിന്തിക്കുക. കേവലം 3 മിനിറ്റ് മാത്രമേ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ. എനിക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറയണം. ഇതായിരുന്നു തൻ്റെ ചോദ്യം. എല്ലാവരെയും കുഴയ്ക്കുന്നൊരു ചോദ്യമായിരുന്നു. മരണത്തിനും ജീവനും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത 3 മിനിറ്റ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ദൈവവചനം പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 3 മിനിറ്റിനുള്ളിൽ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇതായിരുന്നു തൻ്റെ ഉദ്ദേശം. ഇക്കാലങ്ങളിൽ സ്റ്റേജുകളിൽ നിന്ന് മണിക്കൂറുകൾ പ്രസംഗിച്ചാലും രക്ഷയെക്കുറിച്ചുള്ള ഒരു ദൂത് പോലും പറയില്ല. എങ്കിൽ അതുകൊണ്ട് അനേകർ നാശത്തിലേക്ക് വഴുതിപ്പോകുന്നു. ഇതുപോലൊരു സംഭവമാണ് ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തി 16:31 വിവരിക്കുന്നുണ്ട്. വെളിച്ചപ്പാടത്തിയുള്ള മാനസാന്തരത്തിന് ശേഷം അവിടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയതുമൂലം പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കൽ കൊണ്ടുപോയി ഈ യഹൂദന്മാർ നമ്മുടെ പട്ടണത്തെ കലക്കി എന്നുള്ള ആരോപണം ഉന്നയിച്ചു. റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരെ കോലുകൊണ്ട് അടുപ്പിച്ച് വസ്ത്രം ഊരിയിട്ട് അവരെ സൂക്ഷ്മതയോട് കാരാഗ്രഹത്തിൽ സൂക്ഷിപ്പാൻ കാരാഗ്രഹ പ്രമാണിയെ ഏൽപ്പിച്ചു. അങ്ങനെ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നതും ചങ്ങലക്കാർ ഓടിപ്പോയി എന്ന് ഊഹിച്ചിട്ട് തന്നെത്താൻ വാളൂരി കൊല്ലുവാൻ ഭാവിച്ചു. ഇത് ഒരു അനർഘ നിമിഷം, 3 മിനിറ്റ് പോലും വേണ്ട കാരാഗ്രഹപ്രമാണിയുടെ ജീവൻ പോകാൻ. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ,
നിനക്കൊരു ദോഷവും ചെയ്യരുത്. കാരാഗൃഹ പ്രമാണി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് ചോദിച്ചു, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒറ്റ രക്ഷയുടെ ദൂത് അറിയിച്ചപ്പോൾ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് പ്രവേശിച്ചു. പ്രിയ ശ്രോതാക്കളെ, 3 മിനിറ്റ് പോലും വേണ്ട ഒരുവൻ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് പ്രവേശിപ്പാൻ. എന്നാൽ ഈ കാലങ്ങളിൽ പലർക്കും മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം രക്ഷയുടെ ദൂത് അറിയിക്കാതെ പോകുന്നതിനാലാണ്. ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് ജനറൽ കൺവെൻഷൻ, ലോക്കൽ കൺവെൻഷൻ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ, മുറ്റത്തെ കൺവെൻഷൻ എന്നിങ്ങനെ വിവിധ പേരുകൾ നടത്താറുണ്ട്. എങ്കിലും എത്ര രക്ഷിക്കപ്പെടുമെന്ന് ചോദിച്ചാൽ ഉള്ള ഉത്തരം, ഇത് ഞങ്ങളുടെ സഭകളുടെ വിശ്വാസികളുടെ സംഗമമാണ്. എന്നാൽ ഇങ്ങനെയുള്ള വേദികൾ രക്ഷയുടെ സന്ദേശം അറിയിക്കുന്നുവെങ്കിൽ മരണത്തിലേക്ക് വിധിക്കപ്പെട്ടവരെ നിത്യജീവനിലേക്ക് നടത്തപ്പെടുവാനിടയാകും. അതിന് പകരം ഇക്കാലങ്ങളിൽ തിയോളജിയുടെ അതിപ്രസരം മൂലം ദൈവജനത്തെ കീറിമുറിച്ച് സുവിശേഷകർക്ക് ജീവിപ്പാനുള്ള മാർഗമായി കാണുന്നെങ്കിൽ നിത്യജീവനിലേക്ക് വരാൻ ഇരിക്കുന്നവർക്ക് സത്യവഴി തിരിച്ചറിയാതെ നിത്യനാശത്തിൽ നിപതിക്കും. ആകയാൽ 1 മിനിറ്റ് മാത്രമേ കിട്ടുന്നുള്ളെങ്കിലും ഒറ്റ വാക്കിൽ ഒരുവനെ മരണത്തിന് ജീവനിലേക്ക് നയിക്കാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള ഒരൊറ്റ വാക്കിൽ അനേകരെ നിത്യതയുടെ തീരത്തെത്തിപ്പാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.